പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. കുടുംബത്തിന് ആശങ്കയുണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഈ സാക്ഷികളുടെ കാര്യത്തിലൊക്കെ വലിയ പ്രശ്നം പറ്റില്ലേ, ഈ ഭീഷണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെച്ചാൽ ഇവർക്ക് ജാമ്യം കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഇത് എങ്ങനെ കിട്ടിയെന്നില്ല നമുക്കറിയില്ല. അവർ ഇത് സ്വാഭാവികമായി അവർ കോടതിയിൽ പോയി അവർക്ക് ജാമ്യം കിട്ടി. അതുകൊണ്ട് ഇത് നമ്മൾക്കൊരു ഭീഷണിയാണ്, ഈ കുടുംബത്തിനൊക്കെ ഒരു ഭീഷണി. ഇവരൊക്കെ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട അതേ ഈ കൊല ചെയ്ത പോലെ തന്നെ ഇവരും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട നേതാക്കന്മാരാണ്. ഇവർ എന്ത് ചെയ്യാനും മടിക്കൂല. ഈ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് ഇന്ന ഏത് കുടുംബക്കാരെ എതിരെ ഇവർ കുതിര കയറുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവർക്ക് ജാമ്യം കൊടുത്ത് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇവരെ വിടാൻ പാടില്ലായിരുന്നു എന്നുള്ള ഇതുണ്ട്. പിന്നെ അതിനെതിരായിട്ട് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ പാർട്ടിയായിട്ടും ഞങ്ങളായിട്ടും പിന്നെ അഡ്വക്കേറ്റുമാരായിട്ട് സംസാരിച്ചിട്ട് അതിന് മുമ്പോട്ട് ഞങ്ങൾ പോകും. അപ്പം ഈ കുടുംബത്തിന് സുരക്ഷ ഏർപ്പെടുത്തുക, സാക്ഷികൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, പ്രതികൾക്ക് ശിക്ഷാവിധി വന്ന സമയത്ത് പ്രതികളുടെ വീടിനൊക്കെ പോലീസിന്റെ കനത്ത സുരക്ഷയായിരുന്നു ഉണ്ടായിരുന്നു. പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഭയാനകമായ സാഹചര്യമല്ലേ? അതെ, അതാണ് ഇപ്പോൾ സുരക്ഷ. അവർ ഈ പ്രതികളെ വീട്ടിലാണ് സുരക്ഷ കൊടുത്ത്. അവരെല്ലാ വീട്ടിലും പോലീസുകാർ 5-10 പോലീസുകാരെ നിർത്തിക്കൊണ്ടാണ് ഇവർ പാർട്ടി മുമ്പോട്ട് പോയത്. എന്നുവെച്ചാൽ അത് മുമ്പ് ഈ കൊല ഞങ്ങളെ കുട്ടികളെ കൊല ചെയ്തിട്ടും അവർക്കാണ് സുരക്ഷ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ആർക്കും ഗവൺമെൻറ്റിൽ നിന്നൊരു പിന്തുണ നമുക്ക് കിട്ടിയില്ല. നമുക്കെതിരായിട്ടാണ് ഇവർ വാദവതിയായിട്ട് പോയത്. ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് പറയുന്ന പോലെ അവിടെ ഈ ഈ 4 പ്രതികളെയും 10 പ്രതികളെ എത്തിക്കുമ്പോൾ അവിടെ അഭിവാദ്യം ഉറപ്പിച്ചുകൊണ്ട് ജയരാജൻ ഉണ്ടായിരുന്നു. അതേമാതിരി ഇവിടെ എല്ലാ പ്രതികളെ വീട്ടിലും ഈ വെറുതെ വിട്ട പ്രതികളെ വീട്ടിലേക്കും ഇത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, ജില്ലാ സെക്രട്ടറി, 2 MLA-മാരും ജില്ലാ സെക്രട്ടറിയും പിന്നെ പഞ്ചായത്തിൻ്റെ അവിടുത്തെ നേതാക്കന്മാരും നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും. ഇല്ല, അതൊന്നും ആവശ്യപ്പെടുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു സുരക്ഷ വേണമെന്നുള്ള ഒരു ഇതില്ല. അങ്ങനെ ഇവരെ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി പോകുന്നില്ല. തൻ്റെ അടുത്തോടു കൂടി ഇവർക്ക് എതിരായിട്ട് ഇവർക്ക് ശിക്ഷ കൊടുത്ത് പോരാന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 നേതാക്കന്മാരെ വിട്ടതിനെതിരായിട്ട് പാർട്ടിയായി ആലോചിച്ചുകൊണ്ട്, വക്കീൽമാർ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും.